إن الحمد لله نستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر وأجل الله أكبر على هدانا لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ ഈ മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പരിശുദ്ധ റമളാനിന്റെ പരിസമാപ്തി കുറിച്ച് ഈദുൽ ഫിത്ർ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ ഈദ് അത് തുടങ്ങുന്ന അതിന്റെ പ്രാരംഭമായ നിസ്കാരത്തിനും ഖുതുബ ശ്രവിക്കാനും വേണ്ടി എത്തിച്ചേർന്ന പ്രിയ മുസ്ലിമീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതുപോലെയുള്ള ഒരു ഈദുൽ ഫിത്റിന്റെ ദിവസം തന്റെ ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് അദ്ദേഹം ഖുതുബ നിർവഹിക്കവേ ഇപ്രകാരം പറഞ്ഞിരുന്നു: അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നകും സുംതും ലില്ലാഹി 30 യൗമൻ വഖുംതും ലില്ലാഹി 30 ലൈലതൻ وخرجتم اليوم تطلبون من الله أن يتقبل منكم فاللهم تقبل منا يا رب اللهم تقبل منا يا رب. നിങ്ങൾ ഒരു മാസക്കാലം പകലുടനീളം നോമ്പനുഷ്ഠിച്ചു, രാത്രി ഒരു മാസക്കാലം രാത്രി ഹയാത്താക്കി തറാവീഹ് നിസ്കരിച്ചും ഖിയാമുൽ ലൈൽ നിർവഹിച്ചും നിങ്ങൾ ഇബാദത്തിൽ മുഴുകി. ഇന്നിതാ നിങ്ങൾ റമദാനിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദിന്റെ മുസല്ലയിലേക്ക് അള്ളാഹു നിങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അതെ, ആ തേട്ടമാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് റമദാനിലെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റമദാനിന്റെ അവസാന രാവിൽ ശവ്വാൽ പിറ കണ്ടാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തന്റെ കൂടെയുള്ളവരോട് ഉണർത്താറുണ്ടായിരുന്നു, മൻ ഹാദൽ മഖ്ബൂലു മിന്നാ ഫനുഹന്നി വമൻ ഹാദൽ മഹ്റൂം മിന്നാ ഫനുഗസ്സി. ആരാണ് നമ്മളുടെ കൂട്ടത്തിൽ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടവനായി ഈദിലേക്ക് പ്രവേശിച്ചത്, സൽക്കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ പ്രതിഫലാർഹമായി രേഖപ്പെടുത്തപ്പെട്ടവനായി ഈദിനെ പുൽകിയത് ആരാണോ ഫനുഹന്നി, അവനിതാ നാം ആശംസകൾ നേരുന്നു, അവന് നാം ഇതാ പെരുന്നാളിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വമൻ ഹാദൽ മഹ്റൂം മിന്നാ ഫനുഅസ്സി. നമ്മളിൽ നിന്ന് ആർക്കാണോ സൽക്കർമ്മങ്ങൾ പാഴായി പോയത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ അവസരം തുലച്ചു കളഞ്ഞവൻ ആരാണോ അവന് നാം ഇതാ അനുശോചനം അറിയിക്കുന്നു. അയ്യുഹൽ മഖ്ബൂൽ ഹനിഅൻ ലക് അയ്യുഹൽ മർദൂദ് ജബ്ബറല്ലാഹു മുസീബതക്. ഓ സ്വീകരിക്കപ്പെട്ടവനെ, നിനക്കാണ് പെരുന്നാളിൽ മംഗളമുള്ളത്, നിനക്കാണ് പെരുന്നാളിന്റെ ആശംസക്ക് വകയുള്ളത്. സൽക്കർമ്മങ്ങൾ പാഴാക്കിയവനെ, നിനക്ക് വാദിച്ച ദുരന്തം അതിന് അല്ലാഹു തന്നെ പരിഹാരം നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ റമദാൻ മാസത്തിൽ ഒരു മാസക്കാലം.
ഇതാ ഇബാദത്തുകൾ കൊണ്ട് തുടങ്ങുകയാണ് നമ്മുടെ ഈദ് ആഘോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയാണ്, അവന്റെ സ്മരണയാണ്, അതുപോലെ തന്നെ അവന്റെ മഹത്വത്തെ, അവന്റെ വലുപ്പത്തെ, അവന്റെ ഔന്നിത്യത്തെ വാഴ്ത്തുന്ന തക്ബീറാണ് ഈദിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തേണ്ടത്, സമൂഹത്തിന് കൈമാറേണ്ടത്, ലോകർക്ക് സന്ദേശമായി നമ്മൾ പകർന്നു നൽകേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വഅജൽ, അല്ലാഹു അക്ബർ അലാ ഹദാനാ, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ നോമ്പിലൂടെ നാം കൈമുതലാക്കിയ മഹത്തായ സമ്പാദ്യമായിരുന്നു തഖ്വ. ആ തഖ്വയാണ് മരണം വരെ നമ്മുടെ ജീവിതത്തിലുടനീളം നാം ഇനി സ്വരുക്കൂട്ടേണ്ടുന്ന ദുനിയാവിലെ മഹത്തായ സമ്പാദ്യം, പരലോകത്തേക്ക് വേണ്ടുന്ന പാഥേയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ പരലോകത്തേക്ക് ഒരുക്കി വെക്കേണ്ടുന്ന ഉത്തമമായ പാഥേയം തഖ്വയാണ്. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ എന്താണ് തഖ്വ എന്നാൽ അല്ലാഹുവിനെ, മഹാനായ റബ്ബിനെ ഭയക്കലാണ്, അവൻ അവതരിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കലാണ്, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നീ ജീവിക്കലാണ്, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് നീ ജീവിക്കലാണ്, അല്ലാഹും അവന്റെ റസൂലും വിലക്കിയത് നിന്റെ ജീവിതത്തിൽ നീ ഒഴിവാക്കലാണ്. ഉള്ളത് കൊണ്ട് ദുനിയാവിൽ നിനക്ക് അല്ലാഹു നൽകിയ തുച്ഛമായ വിഭവങ്ങളാണെങ്കിലും ശരി, അതുകൊണ്ട് തൃപ്തിയടയലാണ്. പരാതിയും പരിവട്ടവും അല്ലാഹുവിനോടുള്ള ആക്ഷേപവാക്കുകളും ചൊരിയാതിരിക്കലാണ്. അതുപോലെ തന്നെ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, നശിക്കുന്ന ദുനിയാവിന് വേണ്ടി സമ്പാദിക്കുന്നതിനപ്പുറത്ത് നീ യാത്ര പോകുന്ന നശിക്കാത്ത പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുക, പാഥേയമൊരുക്കുക എന്നതാണ്. സഹോദരങ്ങളെ, തൗഹീദ് പെരുന്നാളിന്റെ, ഈദിന്റെ, റമളാനിന്റെ മഹത്തായ സന്ദേശമാണ്. നമ്മൾ നോമ്പെടുത്തത് അല്ലാഹുവിന് വേണ്ടിയാണ്. നമ്മൾ രാത്രി നിന്ന് നിസ്കരിച്ചത് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. അവന് വേണ്ടി മാത്രമാണ് നമ്മൾ സുജൂദുകൾ അർപ്പിച്ചത്. അവനോട് മാത്രമാണ് ആരാധനകൾ റമളാനിലുടനീളം നമ്മൾ കാഴ്ചവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അടിത്തറയാണത് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദീനിന്റെ പടുത്തുയർത്തപ്പെട്ട സ്തംഭങ്ങളെ ഒന്നാമത്തെ അടിസ്ഥാനമാണത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഇരു ഷഹാദത്ത് കലിമയുടെ ആദ്യ പാതിയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത്. അവന് മാത്രമാണ് ആരാധനകൾ മുഴുവൻ നാം വകവെച്ചു കൊടുക്കേണ്ടത്. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയെ, എന്റെ നിസ്കാരം, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം ലോകരുടെ റബ്ബായ അല്ലാഹുവിന് മാത്രമാണ്. അതെ, നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് നമ്മൾ നൽകിയത് എന്നതുപോലെ, റമളാനിൽ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്തത് എന്നതുപോലെ, എക്കാലത്തും അല്ലാഹുവിന് മാത്രമാണ് ആരാധനകളുടെ ഏതേതംശവും വകവെച്ച് നൽകേണ്ടത്. അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ, അവന് വേണ്ടി മാത്രമേ നേർച്ചയാക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തിന്റെ ഏതംശം വകവെച്ച് നൽകിയാലും അത് ശിർക്കിലേക്ക് നയിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞു, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം, വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിനെ സാഷ്ടാംഗം നമിക്കാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അവനെ സ്മരിക്കാൻ, അവനെ സുജൂദിൽ വീഴാൻ, അവന് വേണ്ടി നിസ്കരിക്കാൻ പടുത്തുയർത്തപ്പെട്ട മസ്ജിദുകൾ. ആ മസ്ജിദിന്റെ മിനാരങ്ങളിലൂടെ ഇന്നും എന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്, മാലോകരെ കേൾപ്പിക്കപ്പെടുന്നത് ബാങ്കുലികളാണ്, തക്ബീറാണ്, തൗഹീദിന്റെ മന്ത്രവാക്യങ്ങളാണ്. അതുകൊണ്ട് ആ മസ്ജിദുകളിൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം മറ്റാരെയും വിളിച്ചു തേടരുത്. ബദരീങ്ങളെ വിളിച്ചു തേടിക്കൂടാ, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടിക്കൂടാ, അംബിയാ മുർസലീങ്ങളോട് ഇസ്തിഗാസ ചെയ്തുകൂടാ. മസ്ജിദുകൾ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് പടുത്തുയർത്തപ്പെട്ടതെങ്കിൽ മസ്ജിദുകളിൽ അല്ല, എല്ലായിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ആരാധനകൾ വകവെച്ച് നൽകാവൂ. മൻ മാത വഹു യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ. ആരെങ്കിലും ഇബാദത്ത്, അല്ലാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്തിന്റെ അംശങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകിയാൽ, അല്ലാഹുവിന് നൽകേണ്ടത് അല്ലാഹുവിനെ സമന്മാരെ സ്വീകരിച്ച് അല്ലാഹുവിന് നൽകേണ്ടത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും നൽകിയാൽ, അത് നബിയാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, മരിച്ചവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, വിഗ്രഹമാകട്ടെ, കല്ലാകട്ടെ, വൃക്ഷമാകട്ടെ, പുണ്യപുഷ്പമാകട്ടെ, എന്തുമാകട്ടെ,
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടുന്ന ആരാധനകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അതാണ് ഏറ്റവും വലിയ തിന്മ. ഇസ്ലാമിന്റെ ഭാഷയിൽ അതാണ് ഏറ്റവും ഗുരുതരമായ പാതകം. ഇന്ന ശിർക ലദുൽമുൻ അദീം. മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, മോഷണങ്ങളെക്കാൾ, കൊലപാതകങ്ങളെക്കാൾ അന്യായമായി അശരണരെ, ദുർബലരായ പാവപ്പെട്ട ജനസമൂഹത്തെ അതിജയിച്ച് അധികാരം സ്ഥാപിച്ച് അവർക്കുമേൽ യുദ്ധവറി നടത്തുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മ ശിർക്കാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മ. ശിർക്കിലായ ഒരാൾ മരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു നൽകുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആരെങ്കിലും ശിർക്ക് വെച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്, നരകമായിരിക്കും അവന്റെ സങ്കേതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, വാക്കിൽ പോലും പരാമർശത്തിൽ പോലും സത്യം ചെയ്യപ്പെടാൻ അല്ലാഹു അല്ലാത്തവരെ പഠിച്ചു. ഉമ്മ തന്നെ സത്യം, ഉപ്പ തന്നെ സത്യം, അതല്ലെങ്കിൽ ഇന്ന ശൈഖ് തന്നെ സത്യം, അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സത്യം, കഅബയുടെ റബ്ബായ അല്ലാഹു തന്നെ, കഅബ തന്നെയാണ് സത്യം, കഅബയുടെ റബ്ബായ അല്ലാഹു തന്നെ സത്യം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ സത്യം അല്ലാഹു അല്ലാത്തവർക്ക്, സത്യം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ഒരാളുടെയും ഉദ്ദേശത്തെ ചേർത്തു പരാമർശിക്കാൻ പോലും വയ്യ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു പറഞ്ഞു, മാഷാ അല്ലാഹു വശിത. അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചു, അവിടുന്ന് ദേഷ്യപ്പെട്ടു, അവിടുന്ന് തിരുത്തി. അജഅൽതനി ലില്ലാഹി നിദ്ദൻ. അല്ലാഹുവോടൊപ്പം നീ എന്നെ സമനാക്കുകയാണോ? നോക്കൂ നിങ്ങൾ, ഒരു പ്രയോഗത്തിൽ അള്ളാഹുവിനോട് ചേർത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തോട് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശത്തെ പരാമർശിച്ചപ്പോൾ അവിടുന്ന് വിലക്കി. അള്ളാഹുവിനോട് സമനാക്കുന്നതിന് തുല്യമാണ് അതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, വാക്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തോടോ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളോട് ചേർത്ത് ഒരാളെ പോലും പരാമർശിക്കാൻ, ഒരു സൃഷ്ടികളെ പോലും പരാമർശിക്കാൻ പാടില്ല. അത് വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. ഇങ്ങനെ ശിർക്കിന്റെ ഏതേതംശവും അകറ്റി നിർത്തുക. പെരുന്നാളിന്റെ ഒന്നാമത്തെ സന്ദേശം അതാണ്. തക്ബീറിന്റെ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന തക്ബീറിന്റെ മന്ത്രധ്വനികളുടെ പാഠമതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് രക്ഷാധികാരത്തിലും ആരാധ്യതയിലും നാമഗുണ വിശേഷണങ്ങളിലും ഔന്നിത്യത്തിലും മഹത്വത്തിലും ആരാധനകൾ വകവെച്ചു കൊടുക്കേണ്ടുന്ന ആരാധനകൾക്ക് അർഹതയിലുമെല്ലാം അല്ലാഹു മാത്രമാണ് വലിയവൻ. അവൻ മാത്രമാണ് അതിലെല്ലാം പങ്കുകാരില്ലാത്തവൻ. അവൻ അതിലേഖനാണ്. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമതായി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അവിടുന്ന് കാണിച്ചു തന്ന സുന്നത്തുകൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക. പരിശുദ്ധ റമദാനിലൂടെ അള്ളാഹു നമ്മെ ശീലിപ്പിച്ച മഹത്തായ പാഠങ്ങളിൽ ഒന്നതായിരുന്നു. പരിശുദ്ധ റമദാനിൽ നോമ്പു തുറക്കാൻ കാരക്ക മാത്രം, ഒരു കാരക്കയുടെ വിഷയത്തിൽ വരെ മുസ്ലിമീങ്ങൾ ഒന്നിച്ച മഹത്തായ സുന്നത്തിന്റെ പാഠം നമുക്ക് കാണാം. കാരക്ക ഇല്ലെങ്കിൽ മാത്രം, ഈത്തപ്പഴം ഇല്ലെങ്കിൽ മാത്രം വെള്ളം കുടിക്കുന്നു. ചൂടുകാലമാണ്. ഈത്തപ്പഴം എന്നത് ശാരീരികമായി ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ചൂടാണ് ശരീരത്തിന് ഉണ്ടാക്കുന്നത്. എന്തേ നമ്മൾ ശരീരത്തിന് തണുപ്പുണ്ടാക്കുന്ന ഒരു പഴം നിശ്ചയിച്ച് നോമ്പ് തുറക്കാൻ അത് തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് ഒരു ഈത്തപ്പഴം എന്ന നോമ്പ് തുറക്കാനുള്ള സുന്നത്തിന്റെ വിഷയത്തിൽ വരെ നമ്മൾ കാർക്കശ്യം കാണിച്ചു? മുസ്ലിം ഉമ്മത്തിലെ എല്ലാ സംഘടനകളും കക്ഷിഭേദമന്യേ ഈത്തപ്പഴത്തിന്റെ വിഷയത്തിൽ, നോമ്പ് തുറക്കാനുള്ള കാരക്കയുടെ വിഷയത്തിൽ മാത്രം, കാരക്കയുടെ വിഷയത്തിൽ പോലും ഒന്നിച്ചു. എന്താണ് ആ പാഠം? എന്താണ് നമ്മെ പ്രേരിപ്പിച്ച ചിന്ത? അല്ലാഹുവിന്റെ റസൂൽ അതാണ് പഠിപ്പിച്ചത്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ, കാരക്ക ഇല്ലെങ്കിൽ മാത്രം വെള്ളം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഏതു നിസാര രംഗങ്ങൾ ഇരിക്കാൻ പറഞ്ഞിടത്ത് ഇരിക്കുക, നിൽക്കാൻ പറഞ്ഞിടത്ത് നിൽക്കുക, ചിരിക്കാൻ പറഞ്ഞിടത്ത് ചിരിക്കുക, മൗനം അവലംബിക്കാൻ പറഞ്ഞിടത്ത് മൗനം അവലംബിക്കുക. വസ്ത്രം എങ്ങനെ ധരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വസ്ത്രം ധരിക്കുക. എങ്ങനെ നീ മുടി മുറിക്കണം? നിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം? പുരുഷ, നിനക്ക് താടി ഉണ്ടാകണം, നീ മീശ വെട്ടി ചെറുതാക്കണം. സ്ത്രീകളെ, നിങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാത്ത വിധമുള്ള സമ്പൂർണമായ ഹിജാബ് ധരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഷാനിനു ഷാനായി, മുഴത്തിന് മുഴമായി പിൻപറ്റുക. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിക്കാതിരിക്കാൻ ഐക്യപ്പെടാൻ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളായി ഖിയാമത്ത് നാൾ വരെ മുന്നോട്ടു പോകാനുള്ള സൂത്രവാക്യം ഇതാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക.
ആര് മനസ്സിലാക്കിയതുപോലെ, ആര് പ്രയോഗവൽക്കരിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ശേഷം വന്ന താബിഈങ്ങളും താബിഈങ്ങളും ഉത്തമ തലമുറകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് വിശേഷിപ്പിച്ചവർ, അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ ജീവിച്ചു, അവരായിരുന്നു അതിന്റെ പ്രഥമ അഭിസംബോധിതർ. അവരാണ് അതിനെ ആദ്യം കേട്ട് ജീവിതത്തിൽ പകർത്തിയവർ. അവരാണ് വിജയിക്കുന്ന കക്ഷി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 73 പിരിയുന്ന ഈ ഉമ്മത്തിലെ കക്ഷികൾ, അവരിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരേ ഒരു വിഭാഗം. എന്താണ് അവരുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ, ഇന്ന് നിലകൊണ്ട മാർഗത്തിൽ എക്കാലത്ത് നിലകൊള്ളുന്നവർ. അതുകൊണ്ട് 114 പാരമ്പര്യമുള്ള ഇസ്ലാമിന്റെ തനിമയിലേക്ക് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് അതാദ്യം കേട്ട് പ്രയോഗവൽക്കരിച്ച സ്വഹാബത്തിന്റെ പിന്നീട് വന്ന താബിഈങ്ങളുടെ മാതൃകയിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, കാൽപ്പാടുകളിലേക്ക് നമ്മൾ തിരിച്ചു പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഐക്യത്തിനുള്ള ഒറ്റമൂലി. സഹോദരങ്ങളെ, അടുത്തതായി ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ ദീൻ നമുക്ക് നമ്മുടെ ജീവനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. നമ്മുടെ സ്വത്തിനേക്കാൾ, നമ്മുടെ സമ്പാദ്യങ്ങളെക്കാൾ, ദുനിയാവിലെ ഏതിനേക്കാളും നമുക്ക് വിലപിടിപ്പുള്ളത് നമ്മുടെ ദീനാണ്. നമ്മുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തത്തെക്കാൾ, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകളെക്കാൾ, നമ്മുടെ ജീവനേക്കാൾ നമുക്ക് വിലപിടിപ്പുള്ളതാണ് നമ്മുടെ ദീൻ. കാരണം ദീനിലായാണ് നമ്മൾ മരിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇന്ന് ഖുതുബയുടെ തുടക്കത്തിലും നിങ്ങൾ കേട്ടു, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടുന്ന മുറപ്രകാരം തഖ്വ ചെയ്യണേ. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണമടയരുതേ. അല്ലാഹുവിന്റെ കൽപ്പനയാണത്. മുസ്ലിമീങ്ങളായി നമുക്ക് മരിക്കാൻ സാധിക്കണം. ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ദീനിലായി മരിക്കാൻ സാധിക്കണം. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ദീനിനെ ഏതിനേക്കാളും നമുക്ക് മുൻഗണന നൽകാൻ പറ്റുന്ന അമൂല്യമായ നിധിയായി കണക്കാക്കാൻ സാധിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ദീനിന്റെ അധ്യാപനങ്ങളെക്കാൾ, ദീനിന്റെ പാഠങ്ങളെക്കാൾ, ദീനിന്റെ വിധിവിലക്കുകളെക്കാൾ, ദീനിന്റെ സാരോപദേശങ്ങളെക്കാൾ, ദീനിന്റെ മാർഗനിർദ്ദേശങ്ങളെക്കാൾ മനോഹരമായ, കാലികമായ, സാർവത്രിക പ്രസക്തമായ, എക്കാലത്തും എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ എളുപ്പമുള്ള മറ്റൊരു പ്രത്യയ ശാസ്ത്രമില്ല. അല്ല, ഇത് അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് വഹ്യായി ഇറക്കിയ മഹത്തായ മനുഷ്യരുടെ ജീവിത ദർശനമാണ്. അവർക്ക് ദുനിയാവിൽ ജീവിച്ച് നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ജീവിത പദ്ധതിയാണത്. സന്മാർഗ ദർശനമാണത്. ഈ ദീൻ ഗുണകാംക്ഷയാണ്, ഈ ദീൻ എളുപ്പമാണ്, ഈ ദീൻ അമൂല്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുക സമ്പൂർണ്ണമായി. ഉദ്ഖുലൂ ഫി സിൽമി കാഫ. പരിശുദ്ധ റമളാനിൽ നമ്മൾ ഇബാദത്തുകളിലേക്ക്, മസ്ജിദുകളിലേക്ക്, നോമ്പിലേക്ക്, നിസ്കാരത്തിലേക്ക്, ഖുർആൻ പാരായണത്തിലേക്ക്, രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അന്ത്യയാമങ്ങളിൽ കണ്ണുനീരൊഴുക്കി തൗബയും ഇസ്തിഗ്ഫാറും അല്ലാഹുവിലേക്ക് ഉയർത്തിവിട്ടതിലേക്ക് നമ്മൾ മടങ്ങിയതുപോലെ ഈ ദീനിലേക്ക് സമ്പൂർണ്ണമായി മടങ്ങുക. ഉദ്ഖുലൂ ഫി സിൽമി കാഫ. പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. ആധുനിക കാലഘട്ടത്തിലെ യുവാക്കൾ, ചെറുപ്പക്കാർ, നിങ്ങൾക്കറിയാം എന്താണ് അവരുടെ അവസ്ഥ. അവർ പഠിക്കുന്ന ഇടങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, പൊതുരംഗത്ത്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്താണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി? ദീനില്ലായ്മയാണ്. അവരുടെ ദീൻ കാർന്ന് തിന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരിയായ മസ്തിഷ്കവും ബുദ്ധിയും അപഹരിക്കപ്പെടുകയാണ്. നിരീശ്വര നിർമ്മതവാദത്തിലേക്ക്, ലിബറൽ ചിന്താഗതികളിലേക്ക്, ഫെമിനിസത്തിലേക്ക്, ഇസ്ലാമികേതര പ്രത്യയ ശാസ്ത്രങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നിർബാധം ഒഴുക്കിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹാത്മ്യവും അതിന്റെ വിലയും തിരിച്ചറിയാതെ പോയി. നമ്മുടെ മക്കൾക്ക് നൽകേണ്ട പ്രായത്തിൽ ദീനിന്റെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാതെ പോയി. ദുനിയാവിൽ വേണ്ടുവോളം അതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് നൽകി. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത കേവലം മുസ്ലിം നാമധാരികളായി നമ്മുടെ ആധുനിക തലമുറ അതപ്പതിച്ചു പോയി. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ റോമും പേർഷ്യയുമെല്ലാം അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ വന്നപ്പോൾ, റോമും പേർഷ്യയും പിടിച്ചടക്കപ്പെട്ടപ്പോൾ, സമ്പത്തിന്റെ അനർഘനിധികൾ കാൽ കീഴിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ ഭരണീയരെ ഓർമ്മിപ്പിച്ചൊരു വാചകമുണ്ട്. കുൻതും അദൽ ലിന്നാസ്. നമ്മൾ പതിതരായിരുന്നു, നിന്ദരായിരുന്നു, പ്രതാപമില്ലാത്തവരായിരുന്നു. അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു നമുക്ക് പ്രതാപം നൽകി. അതുകൊണ്ട് ഇസ്ലാം കൊണ്ട് അഭിമാനിക്കുന്നവരാകണം നമ്മൾ. മുസ്ലിമായി ജീവിക്കാൻ തന്റേടമുള്ളവരാകണം നമ്മൾ. ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാൻ, അനിസ്ലാമികതകൾ പ്രകടിപ്പിക്കാനല്ല. ഇതാ പെരുന്നാളിന്റെ വിളംബര
വിവരമറിയിച്ച് ശവ്വാലിന്റെ പിറ കണ്ടതു മുതൽ മുസ്ലിമീങ്ങളുടെ അനിസ്ലാമികതകൾ പുറത്തു വന്നു തുടങ്ങി. ഒരു മാസക്കാലം മുഴുവൻ നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ട് ദേഹേച്ഛകളെ ചവിട്ടിമെതിച്ച് അതിന്മേൽ അല്ലാഹുവിന്റെ ഇബാദത്തുകൾ സ്ഥാപിച്ചവർ അതാ ഈദിന്റെ ഹിലാല് കണ്ടതോടുകൂടി പടക്കം പൊട്ടിക്കുകയായി. അന്തരീക്ഷത്തിൽ തക്ബീർ ധ്വനികൾ മുഴക്കേണ്ട മുസ്ലിം ഉമ്മത്തിൽ ചെറുപ്പക്കാർ റോഡ് മുടക്കി, അന്തരീക്ഷ മലിനീകരണമുണ്ടാക്കി, ശബ്ദ മലിനീകരണമുണ്ടാക്കി, അപകടകരമായ സ്ഫോടന വസ്തുക്കൾ ശേഖരിക്കപ്പെട്ട അതല്ലെങ്കിൽ അതിന്റെ വീര്യം കുറഞ്ഞതാകട്ടെ ആഘോഷിക്കുകയാണ്. എന്താഘോഷം? ഇസ്ലാമിന്റെ ആഘോഷം എന്താണ്? അനിസ്ലാമികതകളാണോ? ആരുടെ സംസ്കാരമാണിത്? സഹോദരങ്ങളെ, പെരുന്നാളിന് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ബാർബർ ഷോപ്പുകൾ പോയി താടി രോമങ്ങൾ ക്ഷൗര്യം ചെയ്ത് ഉപേക്ഷിക്കുകയായി. റമദാനിൽ ഒരു മാസത്തോളം ചിലപ്പോൾ മുഖത്ത് തൊട്ടിട്ടുണ്ടാവില്ല. ആരുടെ സംസ്കാരമാണ് ഇതാ? മുസ്ലിം ഉമ്മത്ത് ഈ റമദാനിന്റെ വേളകളിലും ഈദിന്റെ വേളകളിലും ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. അവർ പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നു, ഊറ്റം കൊള്ളുന്നു, വികാരഭരിതരാകുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ നമ്മൾ ആഞ്ഞടിക്കുന്നു. അവരുടെ പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ. സഹോദരങ്ങളെ, അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനപ്പുറത്ത് അവർ ആദർശം കൈയൊഴിയാൻ നമ്മൾ തയ്യാറായോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾ ജൂതനസാറാക്കളുടെ പാരമ്പര്യവും സംസ്കാരവും വേഷവും ഭൂഷാദികളുമെല്ലാം പിൻപറ്റുക തന്നെ ചെയ്യും. ആചാരാനുഷ്ഠാനങ്ങളിൽ വരെ അവരൊരു ഇടുങ്ങിയ ഇരുട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് വളിഞ്ഞു കയറിയതെങ്കിൽ പോലും നിങ്ങൾ അവരോടൊപ്പം അനുഗമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ ജൂത പാരമ്പര്യം പേറി നടക്കുന്നു. നമ്മുടെ കോലത്തിൽ ഒരു മുസ്ലിം പുരുഷൻ നിർബന്ധമായി വെക്കേണ്ടുന്ന താടി വടിക്കൽ ഹറാമാണ്. താടി വടിക്കൽ ഹറാമാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്തവർ ഏകോപിച്ച വിഷയമാണ്. താടി വടിക്കൽ ഹറാമാണ്. മ്യൂസിക്, സംഗീതം അത് കേൾക്കൽ ഹറാമാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ആ വിഷയത്തിൽ? പാട്ട് കേട്ട്, മ്യൂസിക് കേട്ട് ആനന്ദ നൃത്തം ചവിട്ടുന്നു. മുസ്ലിമുകൾ ഈദാഘോഷത്തിന്റെ പേരിൽ താടി വടിച്ച് ഇസ്ലാമിന് വേണ്ടി, ഈദിന് വേണ്ടി ഒരുങ്ങുന്നു. ആരുടെ പാരമ്പര്യമാണത്? നമ്മുടെ വസ്ത്രത്തിൽ ജൂതന്റെ പാരമ്പര്യം, നമ്മുടെ സ്വഭാവത്തിൽ ജൂതന്റെ പാരമ്പര്യം, നമ്മുടെ എടുപ്പിൽ, ഇരുത്തത്തിൽ, നടത്തത്തിൽ, നമ്മുടെ നടപടിക്രമങ്ങളിൽ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വരെ ജൂതന്റെ പാരമ്പര്യം. എന്നിട്ട് ജൂതൻ മുസ്ലിം ഉമ്മത്തിനുമേൽ കയറി നിരങ്ങുമ്പോൾ, നരനായാട്ട് നടത്തുമ്പോൾ അവർ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിട്ട് അവരെ കിട്ടിയണം പോലും അവരോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് എന്ത് സ്വത്വബോധമാണ്? എന്ത് ആത്മാർത്ഥതയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം ജൂതനസാറാക്കളുടെ പാരമ്പര്യം ജീവിതത്തിൽ ആപാദചൂടം ഒരു മുസ്ലിമിന്റെ സ്വത്വബോധത്തിൽ, അഭിമാനബോധത്തിൽ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കി നമ്മൾ അവർക്കെതിരെ ശബ്ദിക്കുക. അത് ആത്മാർത്ഥമായിരിക്കും, അത് ഫലവത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ, വരും തലമുറയെ നമ്മൾ ദീനിലേക്ക് അടുപ്പിക്കുക, ദീൻ പകർന്നു നൽകുക അവർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കെ അവരെ വിളിച്ച് ഉപദേശിക്കുകയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിന്റെ സഹായം നിന്നോടൊപ്പം ഉണ്ടാകും എപ്പോഴും എക്കാലത്തും. ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക. സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക. ആര് നിനക്കെതിരാണെങ്കിലും അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ നിനക്കൊരു ദോഷവും ബാധിക്കുകയില്ല. ഒരാൾ നിന്റെ ഒരു രോമത്തിൽ പോലും തൊടുകയില്ല. ആര് നിനക്ക് അനുകൂലമാണെങ്കിലും അല്ലാഹു നിനക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയതല്ലാതെ ഒരു നന്മയും നേട്ടവും നിനക്ക് ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ മക്കളെ ദീനിലേക്ക് കൈപിടിച്ചു നടത്താൻ, നമ്മൾ അവരുടെ മുന്നിൽ നടക്കാൻ പരിശുദ്ധ റമദാനും ഈദും നമുക്ക് പാഠമാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, സകല പ്രതിസന്ധികൾക്കും മുസ്ലിം ഉമ്മത്തിൽ അനുഭവിക്കുന്ന ഏത് രംഗത്തെ ഏത് പ്രതിസന്ധിക്കും കാരണം അവരുടെ പാപങ്ങളാണ്, അവരുടെ തിന്മകളാണ്, അവർ ചെയ്തു കൂട്ടിയ അനിസ്ലാമികതകളാണ്. യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കരയിലും കടലിലും നാശങ്ങളും കുഴപ്പങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത് ജനങ്ങൾ അവരുടെ കരങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയ പാപക്കറകൾ നിമിത്തമാണ്. ലിയുദീഖഹും ബഅദല്ലദി അമിലു ലഅല്ലഹും യർജിഊൻ. എന്തിനാണ് അല്ലാഹു ഇങ്ങനെയുള്ള മുസീബത്തുകളും ദുരന്തങ്ങളും അവർക്ക് നൽകുന്നത്? അവരുടെ പാപങ്ങൾ കൊണ്ടാണ് അത് എന്ന് അവരെ ഓർമ്മിപ്പിക്കാനും അവർ ചെയ്ത തിന്മകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാനുമാണ്. അതാണ് അതിലുള്ള പാഠം. സഹോദരങ്ങളെ, മഹാനായ ഖത്താദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗവും അതിനുള്ള ശമനൌഷധവും അറിയിച്ചു തന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ രോഗം? ദാഅകുമുദ്ദുനൂബ്, നിങ്ങളുടെ തിന്മകളാണ് നിങ്ങളുടെ രോഗം. നിങ്ങളെ പിടികൂടുന്ന ഏറ്റവും വലിയ ദുരന്തവും മഹാമാരിയും കൊടുംവയസ്സും നിങ്ങളുടെ തിന്മകളാണ്. അള്ളാഹുവിന്റെ ദീനിൽ വിലക്കിയ ഹറാമുകളാണ്. വദവാഉ
ദവാഉക്കും അൽ ഇസ്തിഗ്ഫാർ, അതിനുള്ള മരുന്ന് ശമനൌഷധം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങലാണ്. പരിശുദ്ധ റമളാനുടെ നീളം നമ്മളത് ശീലിച്ചു. മരണം വരെ, ഖിയാമത്ത് നാൾ വരെ, നമ്മുടെ അന്ത്യം വരെ നമ്മളത് ശീലിക്കണം. തിന്മകൾ സംഭവിച്ചാൽ ഉടനടി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് തിന്മകളിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ, നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, തിന്മകൾ എത്ര നിസാരമാണെങ്കിലും നമ്മൾ ചെറുതാക്കി കണ്ടുകൂടാ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ തിന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ, സമൂഹം അതെത്ര മുന്തിയ പരിപാടിയായി, എത്ര പുരോഗമനമായും സ്വാതന്ത്ര്യമായും കൊട്ടിഘോഷിക്കട്ടെ, തിന്മകൾ എത്ര നിസാരമാണെങ്കിലും നിങ്ങൾ അത് ചെറുതായി കാണരുത്. നിങ്ങൾ മുള്ളുള്ള മലമ്പാതയിലൂടെ നടക്കുന്നത് പോലെ തിന്മകളെ വീക്ഷിക്കണം. കാരണം വലിയ വലിയ മലകൾ ചെറിയ ചെറിയ ചെരൽക്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സഹോദരങ്ങളെ, തിന്മകളെ നാം നിസാരമാക്കി കണ്ടുകൂടാ. ഞാൻ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ റമളാൻ നമുക്ക് നൽകിയ മറ്റൊരു പാഠം, നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവർ, താഴേക്കിടയിലുള്ളവർ, അനാഥകൾ, അഗതികൾ, അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. അവർക്ക് സാധിക്കുന്ന സഹായങ്ങൾ നമ്മൾ സഹായിക്കും. നമ്മിലെ പാവപ്പെട്ടവർ, ദുർബലർ, അശരണർ, അവരെ കൊണ്ടാണ് നമ്മിലെ മെച്ചപ്പെട്ടവർക്ക് പോലും റിസ്ക് നൽകപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ മുസല്ലകളിൽ സ്ത്രീകളെ പ്രത്യേകം ഉപദേശിക്കാറുണ്ടായിരുന്നു. അവരോട് സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണമായി പറഞ്ഞു, സ്ത്രീകൾ അവരുടെ നാവിലൂടെ ധിക്കാരം ഭർത്താക്കന്മാരോട്, അവർക്ക് ചെലവിന് കൊടുക്കുന്ന അവരുടെ ഭർത്താക്കന്മാരോട് ധിക്കാരം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അവർ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവരുടെ നാവിലൂടെ ശാപവാക്കുകളും പരാതിയും പരിവട്ടവും അവർ എപ്പോഴും സദാസമയവും പറയുന്നവരായിരിക്കും. തുക്സിർന ശകാത്ത് വതുക്ഫുർനൽ അശീർ, അവർ പരാതി പറയുന്നവരായിരിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിയടയാനുള്ള മനസ്സോ മാനസിക വിശാലതയോ, അനുഗ്രഹങ്ങൾ വലുതായി കാണാനുള്ള എത്ര ചെറുതാണെങ്കിലും മാനസിക വിശാലതയോ ഇല്ലാത്തത് കൊണ്ട് ചെയ്യപ്പെട്ട അനുഗ്രഹങ്ങൾ അത് ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അതിനെ പാടെ നിഷേധിക്കുന്ന അവസ്ഥ അവർക്കുണ്ടാകുന്നത് നരകത്തിൽ അവർ കൂടുതലാകാനുള്ള കാരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീകളോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ നാവുകളെ സൂക്ഷിക്കുക. ഭർത്താക്കന്മാരുള്ള അനുസരണക്കേടിനെ ശ്രദ്ധിക്കുക. നാവുകളിലൂടെ ശാപവാക്കുകളും അനുഗ്രഹങ്ങളെ നിസാരമായി കാണുന്ന പരാതികളും പരിവട്ടങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കുക. സ്വതക്ക ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പരിഹാരമായി ഇവരോട് നിർദ്ദേശിച്ചു. ആ ഹദീസിൽ കാണാം, ഈദിന്റെ മുസല്ലിൽ നിന്ന് പിരിയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സൗബിൽ വസ്ത്രത്തിൽ സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അവരുടെ കാതിലും കയ്യിലുമുള്ള ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സ്വതക്കയായി അവർ നൽകുന്നു. പരിശുദ്ധ ഈദ് ദിവസത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, സുന്നത്തുകൾപ്പെട്ടതാണ് സ്വതക്ക ചെയ്യുക. സാധിക്കുന്നവർ ഈ സുന്നത്ത് നടപ്പിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരോട് ഒരിക്കൽ ചോദിച്ചു, സ്ത്രീകളിൽ ഏറ്റവും ഹൈറായവരാരാണ്? സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരാരാണ്? അവർ പറഞ്ഞു, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമർ അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുലുൻ. സ്ത്രീകളെ പുരുഷന്മാർ കാണുന്നില്ലെങ്കിൽ, സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നില്ലെങ്കിൽ, പുരുഷന്മാരെ കാണാത്ത സ്ത്രീകളാണ് സ്ത്രീകളിൽ ഏറ്റവും സുഹൃതവതികളും ഉത്തമ മഹിളാരത്നങ്ങളുമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണവും സൗന്ദര്യ പ്രകടനവും അവരുടെ ബാഹ്യരൂപവും ഇതുകൊണ്ട് നമുക്ക് അളക്കാം. ഈ മാതൃകയെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അന്യപുരുഷന്മാരെ കാണാത്ത സ്ത്രീകൾ, അവരാണ് ഏറ്റവും ഉത്തമരായ സ്ത്രീകൾ. ആ സ്ത്രീകളാകാൻ നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കുക. നമ്മുടെ പെൺമക്കളെ, ഭാവി തലമുറയെ അതിനുവേണ്ടി വാർത്തെടുക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനോടുകൂടി ഇബാദത്തുകൾ അവസാനിക്കുന്നില്ല. പരിശുദ്ധ റമളാൻ ഇബാദത്ത് അവസാനിപ്പിക്കേണ്ടുന്ന മാസമല്ല. ഈദ് കഴിഞ്ഞാൽ നമുക്ക് ശവ്വാലിലുള്ള മഹത്തായ ഇബാദത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം റവാത്തിബ് സുന്നത്തുകൾ പഠിപ്പിച്ചതുപോലെ ഫർള് നോമ്പിന് ശേഷം ഐച്ഛികമായ നോമ്പ്, നമ്മുടെ റമളാനിലെ ഫർളായ നോമ്പിനെ പരിഹരിക്കാൻ നമുക്ക് നിശ്ചയിച്ച ശവ്വാലിൽ 6 നോമ്പ് നമ്മൾ മറന്നുകൂടാ. മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്ത മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. ആരെങ്കിലും റമളാനിൽ പൂർത്തിയായ നോമ്പ് അനുഷ്ഠിച്ചു, ശവ്വാൽ മാസത്തിൽ തുടർച്ചയായോ അല്ലാതെയോ ശവ്വാൽ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് 6 നോമ്പ് അനുഷ്ഠിച്ചു, അവനൊരു വർഷക്കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ്. ശവ്വാലിൽ 6 നോമ്പ് നമ്മൾ മറന്നുകൂടാ. റമളാൻ ഇബാദത്തുകളുടെ അവസാനമല്ല. നിസ്കാരം അവസാനിച്ചിട്ടില്ല, രാത്രി നിസ്കാരം അവസാനിച്ചിട്ടില്ല. രാത്രിയിൽ 3 റക്അത്തെങ്കിലും വിത്റാക്കാൻ നമ്മൾ ശീലിക്കണം.
ഖുർആൻ പാരായണം അവസാനിച്ചിട്ടില്ല. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഫർളായ ജമാഅത്ത് നിസ്കാരങ്ങൾ കൃത്യമായി സുബഹ് മുതൽ ഇശാ വരെ പുരുഷന്മാർ മസ്ജിദിലെത്തി നിർവഹിക്കണം. സുന്നത്ത് നോമ്പുകൾ ബാക്കിയുണ്ട്. മാസത്തിൽ 3 ദിവസം 13, 14, 15 തിങ്കൾ വ്യാഴം ദിവസങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് പാഴാക്കരുത്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയൻ, നിങ്ങൾ എല്ലാ കാലത്തും റബ്ബിനെ ഭയക്കുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന റബ്ബാനികളാകുക. റമദാനിൽ മാത്രം അള്ളാഹുവിനെ പേടിക്കുന്നവരാകരുത്. റമദാനിലെ റബ്ബ് തന്നെയാണ് റമദാനിന് ശേഷം റബ്ബ്. ആരാണോ റമദാനിനെ പ്രത്യേകമാക്കിയത്, റമദാൻ അതാ പിരിഞ്ഞുപോയിരിക്കുന്നു. ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അവന്റെ ഔന്നത്യത്തെയും മഹത്വത്തെയും മനസ്സിലാക്കിയത്, അവനിതാ മരിക്കാതെ എന്നെന്നും ജീവിക്കുന്നവനാണ്. അവരെക്കാലത്തും ഇബാദത്ത് ചെയ്യുന്ന നേരായ അടിമകളായി നമ്മൾ മാറുക. പരിശുദ്ധ റമദാനിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്ത് അതിന്റെ പരിസമാപ്തി കുറിച്ച് ഈദിന്റെ സന്തോഷ ദിനത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചതുപോലെ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിനെ പേടിച്ച് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ ദീൻ പാലിച്ച് ജീവിച്ചാൽ ഇന്ന് നമ്മൾ ഈദ് ആഘോഷിക്കുന്ന പോലെ നാളെ സ്വർഗത്തിൽ മരിക്കാതെ നമുക്ക് സുഖിച്ച് ഈദ് ആഘോഷിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അവരിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് നൽകുമാറാകട്ടെ. അവരുടെ രോഗികൾക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അള്ളാഹു തകർക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അള്ളാഹു എക്കാലത്തും എല്ലാ നാട്ടിലും ഇസ്സത്തും പ്രതാപവും നൽകുമാറാകട്ടെ. അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുൻഗാമികളായ സച്ചരിതരായ സലഫു സ്വാലിഹ്യങ്ങളുടെ മാർഗത്തിന്റെയും പ്രകാശം അള്ളാഹു അവരിലേക്ക് പകരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, ഈദിന് നമ്മൾ പരസ്പരം കൈമാറേണ്ടുന്ന ആശംസ സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈദ് സന്തോഷഭരിതവും ആനന്ദദായകവും അനുഗ്രഹീതവും ആക്കുമാറാകട്ടെ. ഈദുക്കും മുബാറക്കുൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.